പ്രിയപ്പെട്ടവരെ, എൻ്റെ വേറെ വേറെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്, ലൈക്ക് ചെയ്യണമെന്ന്, ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ജീവിതഭാരങ്ങളെ കുറിച്ചിട്ട്. ഒരു 10-50 വയസ്സാകുമ്പോഴേക്കും ഏറ്റിയാൽ പോകാത്തത്ര അത്രയും ജീവിതഭാരം ഒരാളുടെ തലയിൽ വന്ന് ചേരുന്നു. അത് വർദ്ധിച്ച മാനസിക സംഘർഷത്തിന് ഇടയാക്കുന്നു. അയാള് അകാല മൃത്യുവിന് ഇരയാകുന്നു. അല്ലെങ്കിൽ വല്ല ടെൻഷൻ കാരണം വല്ല കൗൺസിലിംഗ് സെന്ററുകൾ അല്ലെങ്കിൽ മാനസിക ആശുപത്രിയിൽ എത്തിച്ചേരുന്നു. അതെല്ലാം ഒഴിവാക്കുന്നതിനും നമുക്കൊരു 10 രൂപ അഡീഷണൽ ജീവിതം ദീർഘായുസ്സ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ചാനലിലൂടെ ശ്രമിക്കുന്നത്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത് ഒരു വ്യക്തിക്ക് ദൈവം എന്തെല്ലാം കർത്തവ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ചർച്ച ചെയ്തു ഇന്നലെ. ഞാൻ കർത്തൃത്വം ഞാൻ കർമാണിയുമായിട്ടുള്ള ശ്ലോകത്തിൽ. ഇന്ന് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ദൈവത്തിന് എന്തൊക്കെ ഉത്തരവാദിത്വമുണ്ട്. ദൈവമാണല്ലോ ഈ പ്രപഞ്ചം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ദൈവത്തിന് എന്തൊക്കെയാണ് ഉത്തരവാദിത്വമുള്ളത്, ആ കാര്യത്തെ കുറിച്ചിട്ടാണ് ഭഗവത്ഗീത പറയുന്നു. നമേ പാർത്ഥാസ്യ കർത്തവ്യം തൃഷു ലോകേഷു കിഞ്ചന ജ്ഞാനവാപ്തം അവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. അത് നമേ പാർത്ഥാസ്യ കർത്തവ്യം തൃഷു ലോകേഷു കിഞ്ചന. അർജുൻ്റെ അടുത്ത് പറയുന്നത്, അർജുന, എനിക്ക് 3 ലോകങ്ങളിലും ഒരു കർത്തവ്യമില്ല. ജ്ഞാനവാപ്തം അവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. എനിക്ക് നേടാൻ കഴിയാത്തതായിട്ടോ നേടേണ്ടതായിട്ടോ ഒന്നുമില്ല. ഭഗവാന് ഒന്നുമില്ല നേടാൻ. ഭഗവാന്റെയാണ് എല്ലാം. ഭഗവാന് പ്രത്യേകിച്ച് നേടേണ്ടതായിട്ട് ഒന്നുമില്ല. ഭഗവാന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റാണ് എല്ലാം, ഈ പ്രപഞ്ചം മുഴുവൻ. വീണ്ടും അതിനെടുത്ത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട ആവശ്യമില്ല. എല്ലാം ഭഗവാന്റെ പേരിൽ തന്നെ ഉള്ളതാണ്. എല്ലാം ഭഗവാനാണ് അതിൻ്റെ അധിപതി. അതിനുണ്ടാക്കുന്നതും നിലനിർത്തുന്നതും ഇല്ലാതാക്കുന്നതും എല്ലാം ഭഗവാനാണ്. ആ ഭഗവാൻ പറയുന്നു, എനിക്കൊരു കർത്തവ്യമില്ല. നമേ പാർത്ഥാസ്യ കർത്തവ്യം തൃഷു ലോകേഷു കിഞ്ചന. 3 ലോകങ്ങളിലും എനിക്കൊരു കർത്തവ്യമില്ല. കർത്തവ്യം ഉണ്ടെങ്കിലേ കർമ്മമുള്ളൂ. ജ്ഞാനവാപ്തം അവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. എനിക്ക് നേടാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല, നേടേണ്ടതായിട്ടൊന്നുമില്ല. എങ്ങനെ ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയും ഭഗവാൻ. അപ്പോ ഭഗവാനും ഒരു കർത്തവ്യമില്ല. ഈ ലോകത്തെ ഒരു ജീവിക്കും ഒരു കർത്തവ്യമോ കർമ്മമോ ഒന്നും തന്നിട്ടില്ല, കർമ്മഫലമോ. പക്ഷെ ആൾക്കാര് ഏറ്റിയ പോകാത്ത അത്ര ജീവിതഭാരവും കൊണ്ട് തലയിലേക്കൊണ്ട് എല്ലാം എൻ്റെ തലയിലാണ്. ഞാനില്ലെങ്കിൽ ഈ ഭൂമിയില്ല. ഞാനാണ് എല്ലാം താങ്ങി നിർത്തി. ഈ സ്ഥാപനത്തെ, ഈ ലോകത്തെ എല്ലാം താങ്ങി നിർത്തുന്നത് ഞാനാണ്. കുറച്ച് മൂഢന്മാരായിട്ടുള്ള ആൾക്കാർ ഇറങ്ങി നടക്കുന്നു. ഞാൻ ഈ നാട്ടിൽ നേരാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ സ്ഥാപനത്തെ നേരാക്കാൻ പോകുന്നു. ഈ ലോകം മുഴുവൻ എൻ്റെ തലയിലാണ്, അല്ലെങ്കിൽ ഈ ഓഫീസ് മുഴുവൻ എൻ്റെ തലയിലാണ്, ഈ വീട് മുഴുവൻ എൻ്റെ തലയിലാണ്. എല്ലാം ഈ സർവ്വഭാരവും തലയിലേറ്റി ഏറ്റിയാ പോന്നാത്ത അത്രയും ജീവിതഭാരം തലയിലേറ്റി. അവസാനം അത് പരിഹരിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും കഴിയുന്നില്ല. അവസാനം വർദ്ധിച്ച മാനസിക സംഘർഷം അനുഭവിച്ച് അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കുന്നു. ഇല്ലേ? അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാനെ ഒരു കർത്തവ്യമില്ല, നമുക്ക് ഒരു ജീവിക്കും ഒരു കർത്തവ്യം തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ ജീവിതഭാരം മുഴുവൻ തലയിൽ ഇറക്കി വെച്ചിട്ട്, തലയിൽ നിന്ന് ഇറക്കി വെച്ച് സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, സമ്പദ് സമൃദ്ധിയോടെ ജീവിക്കാൻ നമ്മളെല്ലാവരും അതിനുള്ള ശ്രമങ്ങൾ നടത്തണം. അതിന് അറിവ് ആർജിക്കണം. ആദ്യം അറിവ് ആർജിക്കണമെന്ന് നമ്മൾ ആദ്യം നമ്മൾ ഹെൽത്താണ് ആദ്യം വേണ്ടത്. ചുമരണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. ആദ്യം വേണ്ട ഹെൽത്താണ്. പിന്നെ മാനസികാരോഗ്യം വേണം, ബുദ്ധിക്ക് അറിവ് വേണം.
ആത്മാവിന് സന്തോഷം വേണം, ധനം ആർജിക്കണം, അതിന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ജീവിതത്തിൽ നടപ്പിലാക്കണം. ഒന്നും ഒരു ഭാരം തലയിലേക്ക് വെച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഭഗവാനും ഒരു ഉത്തരവാദിത്വം ഇല്ല, നമുക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. സന്തോഷത്തോടെ ജീവിക്കാൻ ഉള്ള ഒരു മാർഗരേഖ നമ്മൾ തയ്യാറാക്കണം. അതിന് നമ്മൾ മഹത് ഗ്രന്ഥങ്ങൾ വായിക്കണം. ഏത് മതഗ്രന്ഥം ആയിക്കോട്ടെ, അതിലെല്ലാം ഉണ്ട്, ഒരേ കാര്യങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക്സ് എ ലോട്ട്.